ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീടിൻ്റെ ലിൻഡൽ വാർപ്പിൻ്റെ ആ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ലിൻഡൽ വാർപ്പിന് വേണ്ടിയിട്ട് ബിരിയാണിയാണ് റെഡിയാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. ഉമ്മയും പിന്നെ അടുത്തുള്ളൊരു താത്തയും കൂടിയിട്ടാണ് കേട്ടോ വെക്കണത് ബിരിയാണിയൊക്കെ. അപ്പോൾ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സാജി ആ ഒരു ടൈമിൽ വീട്ടിലില്ല കേട്ടോ, ഞങ്ങൾ മൂന്നാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ്, പിന്നെ നമ്മൾ മല്ലിച്ചപ്പ്, പുതിന, ഉള്ളി, തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്തോലെ കയ്യിൽ കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ നമുക്ക് പണി. അപ്പോൾ അതിൻ്റെയൊക്കെ പണിയിലായിരുന്നു. ലിൻഡൽ വാർപ്പൊക്കെ ആയപ്പോഴത്തേക്കും നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നോമ്പ് കഴിഞ്ഞ് കുറച്ച് ദിവസം നമ്മൾ പണിയൊന്നും എടുക്കാതെ പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് ലിൻഡൽ വാർത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഒരുപാട് ലോങ് വീഡിയോ ഒന്നും അല്ല, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളിങ്ങനെ വീട് പണീൻ്റെ ഒരു സെക്ഷൻ കാണിക്കണം എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ഉള്ളൂ. നമ്മൾ ആ ഒരു ടൈമിൽ നമുക്ക് വീട്ടിലെ പണികളും പിന്നെ വീഡിയോ എടുക്കലും എല്ലാം കൂടി ഒന്നും നടക്കില്ലല്ലോ. അപ്പം നമ്മൾ 10 മണിക്ക് പണിക്കാർക്ക് പൊറാട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെയുള്ള ചായയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഉമ്മയും മറ്റേ താത്തയും പുറത്ത് നല്ല കുക്കിംഗ് പരിപാടിയിലൊക്കെയാണ്. പുറത്താണ് നമ്മൾ അടുപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. 10 മണിയാകുമ്പോഴത്തേക്കും, 10 മണിക്കൊന്നുമല്ല, നമ്മൾ വാർപ്പ് ആ ടൈം ആകുമ്പോൾ 11 ആ ഒരു ടൈമിലൊക്കെയാണ് ഓല് ചായയൊക്കെ കയറുക. അപ്പോൾ അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി ഞാൻ അവിടേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വാർപ്പ് നടന്ന ടൈമിൽ നല്ല ചൂടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്ക് മഴയൊക്കെയാണ്, പക്ഷേ ഈ ഒരു വാർപ്പ് നടന്ന ടൈമിൽ നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും പണിക്കാർക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഓരോരോ തട്ടിമുട്ട് പണികളൊക്കെ നമുക്ക് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കൊടുക്കൽ കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വീണ്ടും അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാണ്. നിഷാക്കാണെങ്കിലും ഞാനാണെങ്കിലും നല്ല തിരക്കിലായിരുന്നു. നിഷാക്ക് പണിക്കാരെടുത്തും ഞാൻ വീട്ടിലും നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, നമുക്ക് ഓടി നടന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ഇല്ലാതെ ചെറിയൊരു വീഡിയോ ആയി പോയത് കേട്ടോ. ഞാൻ അടുക്കളയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറങ്ങണമെന്ന് നോക്കണ്ട കേട്ടോ. നല്ല പണി ഉണ്ടായിരുന്നു, പക്ഷെ കണ്ടാൽ തോന്നില്ല. വീഡിയോയിലൊന്നും നമ്മൾ ഉൾപ്പെടുത്താഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ അടുക്കളയിൽ ഏകദേശം ഒതുക്കിയതിന് ശേഷം പുറത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നിടത്ത് നിന്ന് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പുറത്ത് അടുപ്പ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ദമ്മിടുന്ന അതേ ചെമ്പലാണ് കേട്ടോ കോഴിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മസാലയൊക്കെ സെറ്റ് ചെയ്തു. മസാല അടിപൊളിയാണ്. മസാല എല്ലാം നമ്മളെ ബിരിയാണി സെറ്റ് ചെയ്യുന്നുണ്ടോ. എത്ര കഴിച്ചാലും മടുക്കാത്ത ടൈപ്പിലൊരു ബിരിയാണി നമ്മൾ തൊട്ടടുത്തുള്ള താത്ത വെക്കുന്നതാണ്. എപ്പോഴും ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ആളെ ബിരിയാണി നല്ല ടേസ്റ്റ് കേട്ടോ. അതൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞാൻ പെരയുടെ മുകളിൽ കയറിട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഉച്ചയുടെ മുൻപേ നമ്മൾ ദമ്മിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വീടിൻ്റെ മുകളിൽ കയറി പനോട് വീഡിയോയിലൊക്കെ നോക്കുക, ക്യാമറയിലൊക്കെ നോക്കുക എന്ന് പറയുമ്പോൾ ചീത്ത അറിയാം കേട്ടോ. ചീത്ത അറിയുന്നല്ല, നിങ്ങൾ വേണമെങ്കിൽ നോക്കുക, ഞാനൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ വീടിൻ്റെ വാർപ്പ് ഏകദേശം ഇതുവരെ എത്തിയിട്ടുണ്ട്. മോൾ ഭാഗം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ പണി ഏകദേശം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഏകദേശം വാർപ്പൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. നമ്മൾ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിയതാണ്. ഓരോ വീഡിയോ ഇങ്ങനെ ഇട്ട് വരുമ്പോഴത്തേക്കും പണികളൊക്കെ ഇങ്ങനെ മുന്നിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ വീട് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വീട് പണി കഴിഞ്ഞിട്ടില്ല, എന്നാലും ഇതുവരെയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. വാർപ്പിൻ്റെ മുകൾക്ക് കയറാൻ വേണ്ടിയിട്ട് കരയാണ്, വെയിലും താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ അനുമോന് ഇന്ന് സ്പെഷ്യലായിട്ട് കാലുമൊരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കണം. അതിന് കാലടി കൊടുത്ത കാലുമ മുറിയാണ് ഗൈസ്. അനുമോന് വീടിൻ്റെ മുകളിൽ കയറുന്ന തന്നെ വാശി പിടിച്ചപ്പോൾ അങ്ങനെ ഷേഖാൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ച് വന്ന് ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ച് വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ടൈമിലാണ് നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായി. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പീസൊന്നും തീരെ ഉടയാതെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ വിളമ്പി പണിക്കാർക്കൊക്കെ കൊടുത്തു. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയ വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.